ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉൾവശം സിൽവർ കളറുള്ള വേസ്റ്റ് കവറുകളാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് ഫ്ലവർ വേസ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വളരെ സിമ്പിളായി വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വേസ്റ്റ് കവർ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കവറിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതെല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ കവറിലേക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കവറിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്കത് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തത് നമുക്ക് വീണ്ടും കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ലൈസും കൂടെ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പീസുകളെല്ലാം നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. അത് റോൾ ചെയ്തെടുത്ത് അതിന്റെ ലാസ്റ്റിൽ നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസുകളും നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന്റെ ലാസ്റ്റിൽ നമ്മൾ സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചെടുത്തു. ബാക്കിയുള്ള പീസുകളും നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മളതെല്ലാം റോൾ ചെയ്ത് വെച്ചു. പിന്നീട് നമ്മൾ കെട്ടുകമ്പിയിൽ നിന്നും 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 2 എണ്ണത്തിനകത്തേക്ക് നമ്മൾ കെട്ടുകമ്പി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പേനയിൽ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പം നമ്മളത് മുഴുവനായും ഒന്ന് ചുറ്റിയെടുക്കുന്നില്ല, ഇത്രയും ചുറ്റിയെടുത്താൽ മതി. 2 എണ്ണവും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം നമുക്കിതിന് താഴെയായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഫെവി ബോണ്ട് വെച്ചിട്ടാണ് നമ്മളതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെയാണ് നമുക്കതെല്ലാം ഒട്ടിച്ചെടുക്കേണ്ടത്. നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തതിന്റെ മുകളിലായിട്ട് നമ്മൾ സെല്ലോ ടാപ്പും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഇതിൽ നിന്ന് 3 ചെറിയ റൗണ്ട് പീസുകൾ കട്ട് ചെയ്തെടുത്തു. ഈ 3 റൗണ്ട് പീസുകളും നമ്മൾ ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഈ 3 പീസുകളും വെച്ച് നമ്മൾ ഇതുപോലെ ഫ്ലവർ കട്ട് ചെയ്തെടുത്തു. ഇലകളും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. പാഴ്വസ്തുക്കളെല്ലാം വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പൊ നമ്മൾ അതിലേക്ക് പൂക്കളും ഇലകളും എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതും കൂടെ ഫ്ലവറിന്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. 3 എണ്ണം ഒരേപോലെയുള്ളത് നമുക്ക് കിട്ടിയില്ല. ഇതുപോലെ നമ്മളിത് ഫ്ലവറിന്റെ നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇതിന്റെ ബാക്കിലായിട്ട് നമ്മൾ ചുമരിൽ തൂക്കിയിടാനുള്ളതും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായി വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണേ. അപ്പോൾ പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള ഇതുപോലത്തെ ക്രാഫ്റ്റ് ഐഡിയാസ് ഒക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.